ഇപ്പം ലാലേട്ടനായിട്ട് കോമ്പിനേഷൻ ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ കൊടുക്കാനായിട്ട് ഡയറക്ടർ പറയുന്നത് അല്ലാതെ എന്തെങ്കിലും നിങ്ങൾ ഇംപ്രവൈസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതിനെ പറ്റിയൊന്നും. അതെല്ലാവരുടെയും കൂടെ ഉണ്ട്. ലാലേട്ടൻ്റെ കൂടെ ഒന്നല്ല, ലാലേട്ടൻ ആരോട് അഭിനയിച്ചാലും അതുണ്ടാവും, ഞാനും ആരുടെ കൂടെ അഭിനയിച്ചാലും ഉണ്ടാവും. അങ്ങനെ റിയാക്ട് ചെയ്യണ്ടേ? പിന്നെ അഭിനയത്തിന്റെ എല്ലാ കാര്യവും സംവിധായകൻ പറഞ്ഞു തരണം എന്നില്ല. നമ്മളെ അദ്ദേഹം ബോധ്യപ്പെടുത്തിയാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തെറ്റ് നിരത്തുക മാത്രമേ ഒരുവിധം പരിചയസമ്പന്നരായ സംവിധായകർ ചെയ്യാറുള്ളൂ. അല്ലാതെ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും മാറിയെന്ന് മോണായിട്ട് കാണിക്കുമെന്നുള്ള ഡയറക്ടർ നമ്മുടെ അടുത്ത് നമ്മുടെ സീൻ വായിച്ച് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി അതെങ്ങനെ ചെയ്യും ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി അങ്ങനെ ബോധ്യപ്പെട്ടതിന് ശേഷമേ ഇത് ടേക്കായിട്ട് വരും. ടേക്ക് എടുത്താലും അത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന തരത്തിൽ പൂർണ്ണമായ ഒരു പ്രകടനം ഉണ്ടായതിനു ശേഷമേ അത് ഓക്കെ ആകും. അപ്പൊ അത് നടന്മാരുടെയും സംവിധായകരുടെയും ഒക്കെ ചുമതലകൾ നിർവഹിക്കലാണ്. അതേപോലെ സിനിമയുടെ ടെക്നോളജിയിൽ ഐമാക്സിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമ മമ്മൂക്കയുടെ നമുക്ക് എപ്പോ കാണാൻ പറ്റും? ഐമാക്സിൽ എടുക്കുമ്പോൾ കാണാം. അതിനു വേണ്ടി ഒരു ട്രൈ ചെയ്ത് ഫോണൊന്നും വലിയ ടെക്നോളജി അല്ല ഇപ്പോൾ. ഐമാക്സിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഐമാക്സ് ക്യാമറ ഉണ്ടാവണം. ഐമാക്സ് ക്യാമറയൊന്നും അത്ര പോപ്പുലർ ഇല്ല. നോളനൊക്കെ ക്യാമറ ഉണ്ടാക്കിയിട്ടാണ് അല്ല രാജീവ് ഷൂട്ട് ചെയ്യാൻ. നമുക്ക് ചെയ്യാം. ശരി, അപ്പൊ പുള്ളി സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. മമ്മൂക്കയ്ക്ക് അങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ അത് സംഘടിപ്പിക്കും. അങ്ങനെ ഒരു കഥ വന്ന് നമുക്ക് എടുക്കാം. ഇപ്പൊ മമ്മൂക്കയുടെ ഹോൾ കരിയറിൽ ഇപ്പൊ ഒരു 10,000-ന് മുകളിൽ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ഇവിടെ തന്നെ 10,000-ന് മുകളിൽ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ഒരു അറൗണ്ട് 500 സിനിമ മമ്മൂക്ക ചെയ്തു. പക്ഷെ ഈ പാട്രിയോട്ടിന്റെ ഏത് മൂമെന്റിലാണ് മഹേഷ് സാറ് കഥ പറഞ്ഞപ്പോ മമ്മൂക്ക് ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ചത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു മൂമെന്റ് വെച്ചിട്ട് നമുക്കൊരു സിനിമ തീരുമാനിക്കാൻ പറ്റില്ല. ഒരു സിനിമയെ നമ്മളെ സംവിധായകൻ കഥ പറയുമ്പോൾ കഥാകൃത്ത് കഥ പറയുമ്പോഴല്ല ഞാൻ പറയും. സംവിധായകൻ കഥ പറയുമ്പോൾ നമുക്ക് സിനിമ കാണാൻ പറ്റിയെങ്കിൽ അത് നല്ല സിനിമയായിരിക്കും. അത് നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം സംവിധായകൻ നമ്മളെക്കാൾ മുമ്പേ ആ സിനിമ കണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. ഈ സ്ക്രിപ്റ്റ് വായിച്ച് വീട്ടില് ഹോംവർക്ക് ചെയ്യും നമുക്ക് ഈ ക്യാരക്ടറിന് വേണ്ടി എന്തോരം ഹോംവർക്ക് ചെയ്യും? ഹോംവർക്ക് ചെയ്യാൻ മാത്രം നമുക്ക് പിറ്റേ ദിവസം പരീക്ഷയൊന്നുമില്ലല്ലോ. സിനിമയ്ക്ക് ഇനി നമ്മളത് അറിയാതെ നമ്മുടെ മനസ്സിലും നമ്മുടെ തലയിലും ബുദ്ധിയിലും ഇന്റലക്റ്റിലും ഒക്കെ ഓടുന്ന ഒരു കാര്യമാണ്. ഹോംവർക്ക് ചെയ്യാനായിട്ട് നമ്മൾ നടക്കുമ്പോൾ ഹോംവർക്ക് ചെയ്യാം. രാത്രി ഇറപ്പിടിച്ച് എന്താ പറയാ സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിൽ പോയിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നും സിനിമയിൽ അഭിനയിക്കുന്നില്ല. കാരണം നമുക്കിത് പരിചയമായ ഒരു കാര്യമാണ്. ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഓരോ കഥാപാത്രങ്ങൾ നിങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ആലോചിക്കാം. അതെപ്പോഴും ആലോചിക്കാം, എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നമുക്ക് താങ്ക് യു. സാധാരണ പ്രേക്ഷകർ ഇവർക്ക് ഇത്രയും ഒരു ഉയർന്ന തോട്ട് പ്രോസസ് എത്രത്തോളം കണക്ട് ആവുന്നുള്ളൊരു ചിന്ത എപ്പോഴും തോന്നിയിട്ടുണ്ട്? ഇവിടെ വന്നിരിക്കുന്ന ഒരു 100% ആളുകളും ഫോൺ ഉപയോഗിക്കുന്നവരാണെന്ന് തോന്നുന്നു. ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും, സിനിമ മനസ്സിലാവും. സോഷ്യൽ സ്കോർ എന്താണെന്നാണോ ഉദ്ദേശം? അത് സിനിമ വിശദീകരിക്കും. അതുവരെ മതി. ഇതിന് കമേഴ്ഷ്യൽ എലമെന്റ്സ് എന്നൊക്കെ പറയുന്നത് സിനിമയിൽ അതിൻ്റെ ഘടകങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. അതിൻ്റെ കണക്കും ഘടനയും ഒക്കെ മാറിക്കഴിഞ്ഞു. കമേഴ്ഷ്യൽ എലമെന്റ്സിന്റെയും സ്റ്റാർ വാല്യൂവിന്റെയും ഒക്കെ മാനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞില്ലേ. അതുകൊണ്ട് അതൊന്നും ഈ സിനിമയെ ബാധിക്കാൻ സാധ്യതയില്ല. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം കഥയും കഥയ്ക്കൊത്ത നടന്മാരുമാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ ഘടകം. ജനങ്ങൾക്ക് സിനിമ രസകരവും വിജ്ഞാനപ്രദവും ചിന്താദീപകവും ഒക്കെ ആവുന്നതാണല്ലോ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് തിരിച്ചുല്ലസിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ടേക്ക് അവേ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒന്നെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല, എന്നാലും ആഗ്രഹിക്കാറുണ്ട്. അതൊക്കെ എന്തെങ്കിലും കൂടെ ചേർത്തിട്ടുണ്ട്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ വ്യവസായ ഘടനയുടെ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ എലമെന്റ്സിന്റെ ഭാഗമാണ്. അത് ഈ സിനിമയിൽ ഉടനീളമുണ്ട്. അല്ലെങ്കിൽ ഈ സിനിമ അങ്ങനെയുള്ള ഒന്നാണ്. അതിനെ പെർഫോം ചെയ്യുന്നതാണ്. ഒരു ചെറിയ സ്റ്റേജിനുള്ളിൽ ഒരുമാതിരി
500ഓളം പടങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ജോക്ക്. അതിനുള്ള ഇതിന്റെ വെറൈറ്റിയാണ്, ഇതിൽ കൊണ്ടുവരുന്ന വെറൈറ്റി. The last couple of years, Mamukka has become a, if you compare India ഏറ്റവും important actor who's taking risks, whether it's Kathal on one side or Brahmayugam on one side, and putting his own money in all this is വേറെ ആരും ഇല്ല ഈ റേഞ്ചിൽ ചെയ്യാനായി. At the same time, Mohanlal is known all over India as the actor who's ഏറ്റവും ഈസി ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾ. ഇങ്ങനത്തെ to retain your enthusiasm is very, very difficult. പല ആക്ടേഴ്സും they start as interesting people. ഒരു കാലഘട്ടം ശേഷം they become repetitive and they become caricatures of themselves. ഇത് പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. But I can only say that if Mamukka allows me to use a halal word, he's growing as fine wine, getting better and better. And I don't know what he's eating and what his wife is cooking for him, but his skin seems to get clearer after every treatment. I don't know what he's treating, but he's looking better and better. His hair is glowing, everything is glowing, and inside also it looks like he's got a light inside. Though it's a great thing because he used to keep ragging me. ഈ ഡ്രസ്സൊക്കെ കറക്റ്റ് ആണോ, ഞാൻ ഐശ്വര്യ റായുടെ കൂടെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ശരിയാവോ എന്നൊക്കെ. ഇപ്പൊ ഐശ്വര്യ റായ് മേ ബി ഹി സ്റ്റിൽ ലുക്കിംഗ് യങ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു ചാമാണ്. ബട്ട് ഓൾസോ എ വെരി ഷാർപ്പ് ഇന്റലക്ട് ആൻഡ് വളരെ പ്രിസൈസ് ആയിട്ട്. I enjoy his interviews. I think Mamukka has become, of late, he has become Saint Mamukka. He's giving a lot of perfect meme bites of knowledge. I think it's a very great thing. Randuverum are, cracking it, and it's fantastic for the industry. ഈ പടത്തിൽ നമുക്കൊരു ചാൻസ് കിട്ടാനായിട്ട് മഹേഷ് വിളിച്ചത് എനിക്ക് നന്ദി പറയാനുള്ളൂ. ഒരു റിലക്റ്റന്റ് ആക്ടർ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അഭിനയിക്കാൻ അത്ര താല്പര്യം. അപ്പൊ എന്ത് പറഞ്ഞാണ് മഹേഷ് വീഴ്ത്തിയത്? അല്ല, സ്ക്രിപ്റ്റ് നമ്മൾ വീഴ്ത്തി. ഇത് പ്യൂർലി ഇതാണ്. ഞാനിങ്ങനെ എപ്പോഴും ആക്ട് ചെയ്യാനൊന്നും പോകാറില്ല. സംതിങ് വർത്ത് വൈൽ ആൻഡ് ദ ഡയറക്ടർ ഇസ് വർത്ത് വൈൽ ബിക്കോസ് ഞാൻ 2-3 പടത്തിൽ ആക്ട് ചെയ്ത് ഭയങ്കര കഷ്ടപ്പെട്ടു പോയി. ഇറ്റ്സ് എ ടെറിബിൾ ടോർച്ചർ. യു ക്യാൻ ഷൂട്ട് എ ബാഡ് സീൻ, ബട്ട് ആക്ടിങ് എ ബാഡ് സീൻ ഇസ് വെരി, വെരി ബാഡ്. So I'm very careful with that. But ഈ പടത്തിന്റെ സ്കെയിലും ഈ പടത്തിന്റെ ചേർന്നിരിക്കുന്ന കാസ്റ്റും ആൻഡ് ഒരു വിധത്തിലും കോംപ്രമൈസ് ഇല്ലാണ്ട് ചെയ്ത്, ആൻഡ് ഒരു ഷോട്ടിനും I have never seen what you call Mahesh sit down. He has had the same energy and same attention for every ചെറിയ ഷോട്ട് എടുക്കാനും. He has never left it to somebody else. അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റോട് ചെയ്ത ഫിലിമാണ്. As Mamukka said, it's now all in the hands of the audience. Censors are also through, so eagerly waiting for Patriot.